ഗൈസ് ഞങ്ങളാകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. ധോനി ബേബിക്ക് യൂറിൻ ടെസ്റ്റിന് തന്നിരിക്കും. അപ്പൊ യൂറിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂറിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവളാണെങ്കിൽ ചീച്ച വെച്ചിട്ടില്ല ഇതുവരെ. പാല് കുടിക്കാൻ വേണ്ടി കയറിയതാ. ഗൈസ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ധോനി വാവേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. 2 ദിവസമായി അവൾക്ക് ചെറിയൊരു നീറിയൊരു പനി കേട്ടോ. അപ്പം ഞാനും രാജേട്ടനും കുട്ടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ രാജേട്ടൻ്റെ വീട്ടിലേക്ക് വന്നാലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ല തിരക്ക്. ഇന്ന് ഡോക്ടർ ഉച്ചവരെ ഉള്ളത് ആയതുകൊണ്ടേ നല്ല തിരക്ക്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏട്ടൻ. പിന്നെ അതിന് ശേഷം അവൾക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യണം. ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അവൾക്ക് ചെറിയ ഇങ്ങനെ ഇത് മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിട്ട് ഫീഡിങ് റൂമിൽ പോയി ഇരിക്കുകയാണ്. അവൾക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ അവൾ ചിരിക്കുകയാണ് ഏട്ടനോട്. പിന്നെ അവൾ എന്താ പാത്രമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് പാത്രം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പം തന്നെ ഡോക്ടറെ കണ്ടിറങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 1:45 കഴിഞ്ഞു കേട്ടോ. 2 മണിയുടെ അടുത്തായി. പിന്നെ നേരെ വേഗം പോയി കുറച്ച് പാത്രങ്ങൾ, ചോറ്, അവൾക്ക് കുറുക്കനൊക്കെ ഉള്ള വെള്ളം തിളപ്പിക്കാനൊക്കെ തന്നായിരുന്നു കേട്ടോ പാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. വലിപ്പം കുറവായിരുന്നു. പിന്നെ വേഗം അവിടെ നിന്ന് പെട്ടെന്ന് അവൾ ഉറങ്ങാത്തോടൊക്കെ നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. ഏട്ടന് നല്ല ക്ഷീണം. അപ്പോൾ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഒരു സൈഡ് ചെരിച്ചിട്ട് അവളെ കിടത്തിയിട്ട് കയ്യിൽ. അപ്പോൾ അവൾ പെട്ടെന്ന് ഉറങ്ങി. അപ്പോൾ ഞങ്ങളിതാ രാജൻ ഡോക്ടർ അവിടെ നിന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും തന്നെ വിശന്നിട്ട് വീട്ടിൽ വന്നിട്ടൊന്നും കഴിക്കാൻ രാവിലെ ഒന്നും കഴിക്കാതെ കേട്ടോ ഞങ്ങൾ 3 പേരും പോയത്. കുട്ടിക്ക് പിന്നെ പാല് കൊടുത്തിട്ട് പോയത്. പക്ഷേ അവൾക്ക് പിന്നെ അവിടെ നിന്ന് ഫീഡ് ചെയ്തു. പിന്നെ ഞങ്ങളൊന്നും കഴിക്കാതല്ലേ പോയത്. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലൊക്കെ കയറിയിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ക്യാൻറ്റീനിൽ കയറിയിട്ട് കുറച്ച് രണ്ടാൾക്കും കുറേശ്ശെ ചോറൊക്കെ കിട്ടി. 2 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങിയപ്പോഴേ. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും കയറിയില്ല കേട്ടോ. ഒരു വെള്ളം കുടിക്കാനൊന്നും കയറിയില്ല. വേഗം ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിലൊന്നും വന്ന് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ട് തളർന്നിട്ടേ. അപ്പോൾ വേഗം അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ച്. അപ്പോൾ അങ്ങനെ ഇതാ വീടെത്തിയിട്ട് ഇനിയിപ്പോൾ അവൾക്ക് മരുന്ന് കൊടുക്കണം. മരുന്ന് തന്നിട്ടുണ്ട്. 5 ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൊടുത്തിട്ട് കുറവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക, നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ട് ഏട്ടൻ തന്നെ കുട്ടീനൊക്കെ എടുത്തത്. കാരണം ഞാനൊക്കെ ക്ഷീണിച്ചു. പിന്നെ അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ. നല്ല ഉറക്കമാണ്. ഇനി ഉറക്ക ക്ഷീണം രാവിലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അവൾ വാശിയില്ലാത്തതുകൊണ്ട് പിന്നെ എഴുതിയ വഴിക്കും കൊണ്ടുപോവുക. അങ്ങനെ ഇതാ ഉറക്കം എണീച്ച് ഇതാ കളിക്കുകയാണ് ആൾ. പിന്നെ ഏട്ടന് ഇതാ വൈകിട്ട് ഇതിന് നേരത്തെ വന്നു കേട്ടോ. അന്ന് ഞങ്ങളുടെ അടുത്ത് തോടുവഴി കാവിലെ പൂരായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് പൊരിയും മുറുക്കും അലുവയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഏട്ടനുള്ളത് കേട്ടോ, രാജേട്ടൻ്റെ ഏട്ടന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ധോനിവാവേനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞങ്ങൾ 4 പേര് തന്നെ ഉള്ളൂ. 4 അല്ല 5 പേര് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ചായയും വയ്ക്കാൻ കുറച്ച് പാലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാപ്പി വേണോ വെച്ചപ്പോൾ അമ്മമാരാരും വേണ്ട കാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊരി മുറുക്കും അലുവയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പൂരാട്ടോ, ഞങ്ങളുടെ നാട്ടിലത്തെ ഫസ്റ്റിലെ പൂരാണ്. ഇവിടെ അടുത്താണ്, കുറച്ച് അടുത്താണ്. അപ്പോൾ ഏട്ടൻ പൂരത്തിനൊക്കെ കുറച്ച് പേര് പോയായിരുന്നു. അപ്പോൾ പോയപ്പോൾ അവരെ ഓട്ടം മുടിച്ചിട്ട് കൊണ്ടുവരാൻ പോയപ്പോൾ ഏട്ടനെ കുറച്ച് അരുവയും പൊരി മുറുക്കൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ പ്രായമുള്ള ആൾക്കാരല്ലേ, അവരൊന്നും ഇപ്പം അങ്ങനെ പോവില്ലല്ലോ. അമ്മയ്ക്കൊന്നും തീരെ വയ്യ, നമ്മുടെ കാലുകൊണ്ടൊന്നും വയ്യ. അപ്പോൾ കറണ്ടും പോയി കേട്ടോ. അപ്പോൾ ബായ്.